ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ടീം ആൻഡ്രൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ SSCയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. SSC GDയുടെ മെഡിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങളുടെ മെഡിക്കലിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണ്. സോ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഡോക്യുമെൻറ്റ്സ് പോലും മിസ് ചെയ്യാതെ എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിരിക്കണം. സോ നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നിങ്ങളുടെ CRPFന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ കാര്യങ്ങളെല്ലാം. സോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടീസും CRPF പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മെഡിക്കൽ ഡേറ്റിന്റെ കാര്യങ്ങളും എല്ലാം. സോ നിങ്ങൾക്ക് എല്ലാ നോട്ടീസും നിങ്ങൾ വായിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ ID, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ എല്ലാം എൻറ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഈ ഒരു പേജിൽ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ മെഡിക്കൽ ഡേറ്റിന്റെ ഡീറ്റെയിൽസ്. അതായത് 12/11/2025 മുതൽ 4/11/2025 വരെയാണ് നിങ്ങളുടെ മെഡിക്കൽ നടക്കാനായിട്ട് പോകുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ്. 12/11/2025 തൊട്ട് 4/12/2025 വരെയാണ് നടക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിറ്റ് കാർഡാണ്. സോ ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ ഡേറ്റ്, ടൈം, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഈ ഒരു പേജിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും മെഡിക്കൽ നടക്കുന്ന ഡേറ്റ്. ഈ ഒരു അഡ്മിറ്റ് കാർഡിൽ 21/11/2025 ഈ കുട്ടിയുടെ മെഡിക്കൽ നടക്കാനായിട്ട് പോകുന്നത്. സോ കറക്റ്റ് ടൈം, നിങ്ങൾ അവിടെ എത്തേണ്ട റിപ്പോർട്ടിംഗ് ടൈം കറക്റ്റ് ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, 6 മണി എന്നുള്ളത്. സോ നിങ്ങൾ ഒരിക്കലും ലേറ്റ് ആവരുത്, കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ എത്താനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുള്ളതാണ് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് എന്ന്. അതായത് ഒരു ഡോക്യുമെന്റ് പോലും നിങ്ങൾക്ക് മിസ്സാവരുത്, എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. സോ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് നോക്കാം. സോ ഇത്രയും കാണിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് പറയുന്നത് 2 കോപ്പി, അതായത് അഡ്മിറ്റ് കാർഡിന്റെ 2 കോപ്പീസ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. തീർച്ചയായിട്ടും കൊണ്ടുപോകേണ്ട ഒന്നാണ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ കോപ്പി എന്ന് പറഞ്ഞ് ഒരിക്കലും മിസ്സാവരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ടത്. ഇതിന്റെ എല്ലാം ഒറിജിനൽ, ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ ഒറിജിനൽ ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ 10th മാർക്ക് ഷീറ്റ് ആൻഡ് 12th മാർക്ക് ഷീറ്റ്. സോ 10th അല്ലെങ്കിൽ 12th നിങ്ങൾ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾ ഏതൊക്കെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആ ഒരു സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ എക്സാമ്പിൾ ഡിഗ്രി ആണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്താണ് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഏതൊക്കെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളുടെ സ്ഥിരതാമസം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയിരിക്കേണ്ട ഒന്നാണ്. അതായത് നിങ്ങൾക്ക് റിസർവേഷനും കാര്യങ്ങളും ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ആണ്. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എടുത്ത 4, അതായത് 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ഫോട്ടോ കോപ്പി സെറ്റ്സ്. അതായത് എല്ലാ ഡോക്യുമെൻസിൻ്റെയും ഓൾ ഡോക്യുമെൻറ്റ്, നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് കൊണ്ടുപോകുന്നുണ്ടോ ആ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെ എന്താണ് 2 ഫോട്ടോ കോപ്പി സെറ്റ്സ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വരുന്നത് NCC സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ NCC സർട്ടിഫിക്കറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് NCC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം. സോ അത്രയുമാണ് വരുന്നത്. അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം. അതായത് എല്ലാ ഡോക്യുമെൻറ്റ്സിലും നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകുന്നുണ്ടോ ആ ഒരു എല്ലാ ഡോക്യുമെൻറ്റ്സിലും എന്താണ് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. സോ അത്രയുമാണ് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ വരുന്നത്. സോ ഇത്രയും ഡോക്യുമെൻറ്റിൽ ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ എല്ലാം നിങ്ങൾ എന്താണ് കറക്റ്റായിട്ട് കൊണ്ടുപോവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ഡേറ്റിൻ്റെ കാര്യമാണ്, 14/10/2024. സോ നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഈ ഒരു ഡേറ്റിന് ശേഷം എടുത്തതായിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. അതാണ് നിങ്ങളുടെ ക്രൂഷ്യൽ ഡേറ്റ് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെന്റ് പോലും മിസ്സാവരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണും. കറക്റ്റ് ഡേറ്റ് കാര്യങ്ങളെല്ലാം നോക്കി എന്താണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ റിപ്പോർട്ടിംഗ് ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ SSC GDയുടെ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ
സ്റ്റുഡൻസിനും ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ SSC GDയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആവുന്ന ഒന്നാണ്. ഈ കോഴ്സിൽ നിങ്ങൾക്ക്, അതായത് ഓൺലൈൻ ആയിട്ടാണ് നിങ്ങൾ കോഴ്സ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫീ വരുന്നത് വെറും 2500 രൂപയാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. റെക്കോർഡഡ് സെക്ഷനായിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ്സസ് കാണാൻ കഴിയാത്തവർക്ക് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് സെക്ഷനായിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വീക്ക്ലി 6 ഡേയ്സ് ക്ലാസ് ഉണ്ട്. ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും SSC GDയുടെ മോക്ക് ടെസ്റ്റ് 100-ൽ പരം മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സാമിനായിട്ട്. സോ പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ 2 പ്ലാറ്റ്ഫോംസ് ആണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ചാനലാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ചാനലാണ്. ഈ ഒരു ചാനൽ വഴി നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDFs എല്ലാം ലഭിക്കുന്നതാണ്. എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോയെ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.